ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മിനിമം ചാർജ് 50 രൂപ ആക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ 50 രൂപ ഒരിക്കലും ആക്കൂല. ഒന്നല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 40. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ 20 വെച്ച് 40. ഇതാണ് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുമാകട്ടെ, അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ നമ്മൾ എടുക്കണമെങ്കിൽ 330 ആവും. ആ 330 ഓട്ടോറിക്ഷ ഡൗൺ പേയ്മെൻ്റായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മുതലും പലിശയോടും കൂടി പലിശ തന്നെ ആവും 1.5 ലക്ഷം രൂപ. അപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ അടുത്താവും ഒരു ഓട്ടോറിക്ഷയ്ക്ക്. അതിൻ്റെ പിന്നെ പാചകപ്പണി, പെയിൻറ്റിങ്, മെക്കാനിക്കൽ, പേപ്പർ വർക്ക്, അങ്ങനെ നോക്കുമ്പോൾ ഒട്ടനവധി പൈസ വേണ്ടി വരും. പിന്നെ ആ മേഖലയിൽ പിന്നെ ഒരു പ്രശ്നമാണ് യൂബർ വന്നു. യൂബർ ഓട്ടോറിക്ഷ, യൂബർ ടാക്സി, പിന്നെ ബൈക്ക് ടാക്സി, അങ്ങനെയുള്ള ഇത് ഓർണം അവസ്ഥകളാണ്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വെച്ചാൽ ഇപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ റിട്ടേൺ പോകുന്ന പൈസ അതില്ലാണ്ടായി. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അത് വേറെ. പിന്നെ ഈ വണ്ടിയുടെ CCയുടെ ഇതിൻ്റെ പൈസ, അതുപോലെ തന്നെ വല്യച്ഛനും വല്യമ്മയും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കൾ, അതിൻ്റെ ചിലവുകളെല്ലാം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാശ്വാസമുണ്ട്. അത് അവർക്ക് വരുമാനം ഇല്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളാണ്. ഈ മേഖലയിൽ ഇപ്പോൾ അതിരൂക്ഷമായ പ്രശ്നമാണ്. സർക്കാരുകളോട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഓട്ടോ ടാക്സി മേഖലയിൽ ഉള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിൽ നിന്നും വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ സർക്കാരിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അത് ജനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. സർക്കാരും അത് പ്രവർത്തിക്കുക.